ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പേര് അനുമോൾ എന്നാണ്. അനുമോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബിഗ് ബോസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ നിഷ്കളങ്കമായ രീതിയിലുള്ള സംസാര രീതികളും അതേപോലെയുള്ള മികച്ച പ്രകടനങ്ങളും ഒക്കെ പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം. വലിയൊരു ആരാധക നിരയെ തന്നെയാണ് അനുമോൾ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ശരിക്കും ആരാണ് അനുമോൾ? പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലൂടെയാണ് അനുമോളെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പാടാത്ത പൈങ്കിളി എന്ന സീരിയലിൽ നായകന്റെ പെങ്ങളുടെ വേഷം ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടിയ അനുമോൾ പിന്നീട് വളരെയധികം മികച്ച വേഷങ്ങളുടെ ഭാഗമായി മാറുകയായിരുന്നു ചെയ്തത്. ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അനുമോൾ പാടാത്ത പൈങ്കിളി എന്ന സീരിയലിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പിന്നീട് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത സുരഭിയും സുഹാസിനിയും എന്ന സീരിയലാണ് വലിയൊരു കരിയർ ബ്രേക്ക് അനുവിന് സൃഷ്ടിച്ചു കൊടുത്തത്. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലും വളരെയധികം നിറസാന്നിധ്യമായി അനുമോൾ മാറിയിരുന്നു. വലിയൊരു ആരാധക നിരയെ തന്നെയാണ് അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ അനുമോൾ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന പെൺകുട്ടിയാണ്. 30 വയസ്സുകാരിയായ അനുമോൾക്ക് ഒരു ചേച്ചി കൂടിയുണ്ട്. അഖില എന്നാണ് ചേച്ചിയുടെ പേര്. അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമാണ് അനുവിന്റേത്. ഞാൻ എന്റെ അച്ഛനെയും അമ്മയും എന്റെ കുട്ടികളെ പോലെയാണ് നോക്കുന്നത് എന്ന് അനു പറഞ്ഞത് ശ്രദ്ധ നേടിയിരുന്നു. സ്റ്റാർ മാജിക് പരിപാടിയിൽ വെച്ച് പലരും അനുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് അനുവെന്നും ഉണ്ടാക്കുന്ന പണം ഒന്നും കളയില്ലെന്നും സ്വർണം വാങ്ങുകയാണ് അതിനൊക്കെ ചെയ്യാറുള്ളത് എന്നും പലരും പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയി ജോലി ചെയ്യുന്ന കുട്ടിയാണ് അനു എന്നാണ് എല്ലാവരും പറഞ്ഞത്. തിരുവനന്തപുരം സ്വദേശിനിയായ അനുവിന്റെ സംസാരത്തിൽ ആ തിരുവനന്തപുരം സ്ലാങ് ഇടയ്ക്കിടെ കടന്നു വരുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരം കൂടിയാണ് അനു. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ്. ഫോട്ടോഷൂട്ടുകളിലൂടെയും മറ്റുമാണ് താരം ശ്രദ്ധ നേടുന്നത്. ഈ വർഷം വിവാഹിതയാകുമെന്നൊരു അഭിമുഖത്തിൽ അനു പറഞ്ഞിരുന്നു. അത് പ്രണയവിവാഹമാണോ ആയിരുന്നൊന്നും ഇതുവരെയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം വിവാഹിതയാവാൻ ഇരിക്കുകയായിരിക്കും അനുമോള്. അനുമോൾക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ് ബിഗ് ബോസ് നൽകിയത്. ബിഗ് ബോസിൽ ഓരോ ടാസ്കുകളിലും വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന അനുമോൾക്ക് ഒരു നെഗറ്റീവ് മാർക്കും പറയാനില്ല എന്ന് പറയുന്നതാണ് സത്യം. അത്രത്തോളം ക്യൂട്ടായാണ് അനുമോളെ പ്രേക്ഷകരെല്ലാം കണ്ടിട്ടുള്ളത്. ആ സ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് വരുത്താത്ത രീതിയിലാണ് അവിടെ അനുമോൾ നിൽക്കുകയും ചെയ്യുന്നത്. ഏത് കാര്യത്തിനും വ്യക്തമായ തീരുമാനം അനുമോൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആരാധക നിരയെ തന്നെയാണ് അനുമോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഓരോ പ്രകടനങ്ങളും വളരെ വേഗം തന്നെ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്നുണ്ട്. സ്വന്തമായി യൂട്യൂബ് ചാനലും അനുമോൾക്കുണ്ട്. തന്റെ വിശേഷങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. വലിയ ഇഷ്ടത്തോടാണ് താരത്തിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഓരോ വാർത്തകളും ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട്. അനുമോൾ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ മുതൽ തന്നെ 100 ദിവസം വിജയിച്ച് തിരികെ വരുമെന്നും നിങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നുമൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. വളരെ വേഗം തന്നെ ഓരോ വാർത്തകളും ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ടുകളിലൂടെയും റീലുകളിലൂടെയും ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതയായി വളരെ പെട്ടെന്ന് മാറാൻ അനുമോൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമോളുടെ ഓരോ വിശേഷങ്ങളും അത്രമേൽ ഇഷ്ടത്തോടെയാണ് പ്രേക്ഷകരും ഏറ്റെടുക്കാറുള്ളത്. ബിഗ് ബോസിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോൾ.